കേരള വായന പരീക്ഷാ ദിനത്തിൽ കുട്ടികളുടെ വായനാശീലത്തെ അറിയുവാനുള്ള ഒരു പരീക്ഷ നടക്കുന്നു. ചിരിച്ചും കളിച്ചും പഠിച്ചും നടക്കുന്ന കുട്ടികൾക്ക് വായന കുറവാണോ എന്ന ചിന്ത അവരിൽ വളർത്തുവാൻ വേണ്ടി ഒരു പരീക്ഷ അഖില കേരള വായനാ പരീക്ഷ കുട്ടികൾക്കായി നടത്തി. അതിനു ഫലമായി കുട്ടികൾ വായനാശീലം മറക്കരുതെന്ന് ചിന്തിപ്പിക്കുവാൻ കഴിയുന്ന വിധത്തിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും മറുപടികളും നടത്തി. ഒരു പുതിയ കാലത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ വായനയുടെ കളരിയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് ഈ പരീക്ഷയിൽ കാണാൻ കഴിഞ്ഞത്. നിങ്ങളുടെ പുസ്തകത്തെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങൾ വരും, അതും ഇവിടെ എഴുതുക. ഇവിടെ വെച്ച് തന്നെ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ അതിൻ്റെ വാല്യുവേഷൻ നടത്തും. ആ വാല്യുവേഷൻ കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന 3 പേരെ നമ്മൾ സെലക്ട് ചെയ്യും. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, അങ്ങനെ 3 പേരെ സെലക്ട് ചെയ്യും. ആ 3 പേര് കൊച്ചി താലൂക്ക് തലത്തിൽ നടക്കുന്ന മത്സരത്തിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്നു. അതിൽ നിന്ന് വിജയിക്കുന്ന ആളുകൾ ജില്ലാ തലത്തിലേക്കും അവിടെ നിന്ന് വിജയിക്കുന്ന ആളുകൾ സ്റ്റേറ്റ് തലത്തിലേക്കും പോകും. അത്തരം മത്സരങ്ങളിൽ നിങ്ങളെ കാത്ത് വലിയ സമ്മാനങ്ങൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് നേടാൻ കഴിയും വിധം നിങ്ങൾ തയ്യാറെടുത്ത് നന്നായിട്ട് എഴുതുക. എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു. ആൻസർ മാത്രം എഴുതുക. അവിടെ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? 15 ക്വസ്റ്റ്യനാണ് ആകെ ഉള്ളത്. അത് 1 മുതൽ 15 വരെ നമ്പർ ഇട്ട് നിങ്ങൾ ഉത്തരങ്ങൾ മാത്രം എഴുതുക. ഓക്കെ, എല്ലാവരും റെഡിയാണോ? റെഡി ആണെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. നമ്പർ 1 എല്ലാവരും ഇട്ടേ. ബോയ്സിന് കേൾക്കാൻ പറ്റുന്നില്ല അവിടെ. നിങ്ങൾ പരസ്പരം സംസാരിക്കരുത്. അറിയാവുന്നത് മാത്രം നമ്പർ ഇട്ട് എഴുതുക. അറിയില്ലെങ്കിൽ വിട്ടേക്കുക കേട്ടോ. ഓക്കെ, ആരംഭിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ മുഖമാസികയുടെ പേര്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ മുഖമാസികയുടെ പേര്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ മുഖമാസികയുടെ പേര് അറിയാം. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ മുഖമാസികയുടെ പേര്.